അസ്സലാമലൈക്കും. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആ അപ്പം പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ മോഡിൽ വരിക. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോർഗിവ്നെസ് എന്നുള്ളതാണ്. ഒരു ടീനേജറെ സംബന്ധിച്ച് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും അത് നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും ആദ്യം മെഡിറ്റേഷനിലേക്കാണ് പോകാറുള്ളത്. ബട്ട് ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ആൻഡ് ഈ ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ മാപ്പ് കൊടുക്കുക, മാപ്പ് ചോദിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് മൈൻഡിലേക്ക് വരുന്നത്? ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയാം. ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? നമ്മളെല്ലാവർക്കും ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. നമ്മക്കാരും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവർക്കും ഫോർഗീവ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഫോർഗീവ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും ഈ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയോ? അതായത് നമ്മളുടെ പല കാരണങ്ങൾ കൊണ്ട് ചെറുതും വലുതും ആയിട്ടുള്ള പല സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? അത്തരം കാര്യങ്ങള് പലതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുണ്ട്, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന ഒന്ന് ആങ്കർ എന്ന് പറയുന്ന വലിയൊരു സംഗതിയാണ്. നമുക്ക് ദേഷ്യം വരും ചിലതിനോട്. അതുപോലെ നമ്മൾ സ്ട്രെസ് ആയി പോവും. ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. ചിലപ്പം ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ പോവാൻ കാരണമാവും. അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് ഫോർഗിവ്നെസിന്റെ പ്രാധാന്യം, മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മള് ഫോർഗിവ്നെസ് എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ആളുകള്. ഈ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലായിട്ട് വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിന്റെ ഏറ്റവും ചെറിയൊരു വശമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല്, നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അതിനെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളതാണ്. ആ ചെയ്ത ആൾക്ക് ചിലപ്പം അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയൊന്നും ഉണ്ടാവൂല. പക്ഷെ അവർ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇന്നും നമ്മുടെ മനസ്സിൽ വിഷമായി കിടക്കുന്ന, ഇന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവൂലേ? ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമോ പറഞ്ഞ ആൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും, ചെയ്ത ആൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇന്നും മനസ്സിലിട്ടുകൊണ്ടെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ശരിയല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. ചെറുതും വലുതും ആയിട്ടുള്ള പലതും നമുക്ക് കിട്ടും. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ മൈൻഡിനെ നമ്മൾ ഫ്രീ ആക്കി വിടുക എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആവട്ടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഒരു 45 മിനിറ്റ്സ് സെഷൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നിങ്ങളുടെ മൈൻഡിലുണ്ടോ? ഒരു ടഫ് ആയിട്ടുള്ള സിറ്റുവേഷന് നിങ്ങളുടെ മൈൻഡിലുണ്ടോ? നിങ്ങളിപ്പം എന്താ പറയാ, ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർമ്മ, ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യന്. യെസ് ഓർ നോ? യെസ്, കിടക്കുന്നുണ്ട് അല്ലേ? പലരുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു റിഗ്ലറ്റ് ആയിട്ടുള്ള ഒരു സംഗതി കിടക്കുന്നുണ്ട്. സോ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഏതെങ്കിലും തരത്തില് ആ ഒരു ചിന്ത, ആ ഒരു ആളോടുള്ള നമ്മളുടെ ഇമോഷനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നല്ല ഗുണം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മോശം ചെയ്യുന്നുണ്ടോ?
ചില സമയത്തൊക്കെ അല്ലെ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ചിലപ്പം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ചിന്ത വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. എന്തെങ്കിലുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഒരു പൗസിങ് വരും, അങ്ങനെ അവിടെ ഡിലേ വരും. അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓവർ തിങ്ക് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആങ്കർ, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. പ്രത്യേകിച്ച് ഈഗോ അല്ലെ, നമുക്ക് ഈഗോ വരാറുണ്ട്. ആരോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സാഹചര്യവുമായി നമുക്ക് അന്ന് എന്താണോ സംഭവിച്ചത് ആ സാഹചര്യവുമായി കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാണുമ്പോഴൊക്കെ നമുക്ക് ഈഗോ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക്, അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോർഗീവ് ചെയ്തൂടെ, മാപ്പ് കൊടുത്തൂടെ? തീർച്ചയായിട്ടും അല്ലെ. അത് നമുക്ക് പറയാൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, മാപ്പ് കൊടുക്കാം എന്ന് ചോദിച്ചാൽ ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് മാപ്പ് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? നമ്മളെ സംബന്ധിച്ച് പോസിബിൾ ആണോ? പോസിബിൾ ആണ്, പക്ഷെ അത് എങ്ങനെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അല്ലെ. അതിപ്പോ എങ്ങനെ? അതൊക്കെ ഇപ്പോ മൈനറ്റിനുള്ളിൽ കടന്നില്ലേ, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചില്ലേ, അത് എനിക്കന്ന് വിഷമായില്ലേ, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചില്ലേ, അത് പിന്നെ എങ്ങനെയാ മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ മാപ്പ് കൊടുത്താലും ഇപ്പൊ എന്താ, ഓക്കെ ഞാൻ മാപ്പ് കൊടുത്തു എന്ന് ഇപ്പൊ പറഞ്ഞാലും ഇപ്പൊ എന്താ അതിൽ സംഭവിക്കാൻ പോകുന്നത്, അത് പഴയ പോലെ അവിടെ തന്നെ ഉണ്ടാവൂലേ എന്നൊക്കെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരുമായിരിക്കും. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര അപാരമായിട്ടുള്ള ഒരു മൈൻഡ് പവർ ടൂളാണ്. നമ്മൾ ചെറുതും വലുതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഫോർഗീവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിച്ചു കൊടുക്കും. അത് ഞാൻ പേഴ്സണലി ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പറയാണ്. നമ്മളുടെ ഉള്ളില് നമ്മളിപ്പോ അനാവശ്യമായിട്ടുള്ള ചിന്തകള്, അനാവശ്യമായിട്ട് അവിടെ ദേഷ്യം, വാശി, പക ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ ഒരു നഷ്ടവും അതുകൊണ്ട് വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ നമ്മളെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് പല നഷ്ടങ്ങളും വരും. പല ചിന്തകളും നമ്മളുടെ വൾഗറായി പോവും. പല മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അതുമായി കണക്റ്റഡ് ആയിട്ട് അട്രാക്ട് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഫോർഗിവ്നെസ്സിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, നമുക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈഗോ. നമുക്ക് അയാളോട് സോറി പറയാനുള്ള ഒരു ഈഗോ. ചിലപ്പം ആ സംഭവിച്ച സമയത്ത് തന്നെ നമുക്ക് സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അയാൾ നമ്മളോട് സോറി പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സോറി പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് ഒക്കെ ഈഗോ പ്രശ്നം ട്രിഗർ ചെയ്തിട്ട് നമ്മളത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ദെൻ ഫിയർ ഓഫ് റിജക്ഷൻ. ഇപ്പൊ ഇനി ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അവര് സോറി പറഞ്ഞാലും നമ്മളത് റിജക്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി. അതെ. അതുപോലെ എന്തെങ്കിലും പീർ പ്രഷറുകൾ കാരണം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈഡ് ആയിട്ടുള്ള, നമ്മുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അത് അവിടെ സ്ട്രഗിൾ ആയിട്ട് കിടക്കും. ദെൻ ആഫ്റ്റർ നമ്മൾ ഗ്രെഡ്സ് ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളെ ഫോർഗിവ്നെസ്സിനെ ബാധിക്കുന്നുണ്ട്. സോ ഞാൻ പറയട്ടെ, ഫോർഗിവ്നെസ് എന്നുള്ളത് ആക്ച്വലി എന്താണെന്നതിനെ പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ പറയാം, ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ എന്തല്ല. ആക്ച്വലി അത് എന്തല്ല. ദാറ്റ്സ് നോട്ട് വീക്ക്നെസ്, ദാറ്റ്സ് നോട്ട് ഫോർഗെറ്റിംഗ്, ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റിംഗ് റോങ് ബിഹേവിയർ. അതൊരു വീക്ക് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ദാറ്റ്സ് നോട്ട് വീക്ക്നെസ്. ഓക്കെ. ഫോർഗിവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഓക്കെ അതൊരു തരം താഴ്ന്ന, അവർ നമ്മളോട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്, നമ്മളാൾക്ക് വെറുതെ ഇങ്ങനെ ഒരു മാപ്പ് കൊടുക്കുന്നത് അതൊരു താഴ്ന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ല. ഫോർഗിവ്നെസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് അത്രമേൽ വാല്യൂ ഉണ്ട്. ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് ഭയങ്കര വാല്യൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മാജിക്സ് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഓക്കെ.
അതിന്റെ മാജിക്സ് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. സോ അതൊരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദെൻ അത് ഫോർഗെറ്റിംഗ് അല്ല. ഓക്കെ, നമ്മളോട് മോശമായിട്ട് അവര് പെരുമാറി, എന്നിട്ട് നമ്മൾ അത് വെറുതെ മറന്നിട്ട് അതിന് വിട്ടുകളയ എന്ന് പറയുന്നതല്ല ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് അത് എത്രത്തോളം മോശമാണ്, അത് എത്രത്തോളം നമ്മളെ ബാധിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പറയുക എന്നുള്ളത് തന്നെയാണ് ഈ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ ഫോർഗിവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭാരം ഇറങ്ങിപ്പോവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയാറുണ്ട് എപ്പോഴും, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ തീരുന്നത്, അല്ലെ? നമ്മൾ മൈൻഡ് പവറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ തീരുന്നത്. സോ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളില്, നമ്മുടെ ഉള്ളില് കുറെ ദേഷ്യം, വാശി, പക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും ആ ഒരു എന്താ പറയാ, ആ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ബിഹേവിയറിലും വരും, നമ്മുടെ ഉള്ളിലും നമ്മളിൽ ലൈഫിലും അത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ, ആളുകളോടുള്ള ദേഷ്യം, വാശി, ഈഗോ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിന് പറ്റുന്ന നല്ല ടൂളാണ് ഫോർഗിവ്നെസ്. അത് ചെയ്തിട്ട് നമ്മൾ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നമുക്ക് എല്ലാത്തിനെയും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് വയ്യ പറയാം. സോ ഞാൻ പറഞ്ഞാലും ഇത് ഫോർഗെറ്റിംഗ് അല്ല. നമ്മൾ മാപ്പ് കൊടുത്തിട്ട്, ഓക്കെ, ഞാൻ ആളിനെ ഇപ്പൊ ഇത്രയും ദ്രോഹിച്ചു, അല്ലെങ്കിൽ ആൾ ഇങ്ങനെയും പറഞ്ഞപ്പോ എനിക്ക് വിഷമം വന്നു, അതുകൊണ്ട് ഞാൻ ആൾക്ക് മാപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് മാപ്പ് കൊടുത്തു പോവേണ്ട ഒരു കാര്യവുമല്ല. ഓക്കെ, അതുപോലെ അയാൾ ചെയ്തത് ഒരു ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം, ചിലപ്പോ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുള്ളതായിരിക്കാം. പക്ഷെങ്കില് ഓക്കെ, മാപ്പ് കൊടുക്കാന്ന് പറയുമ്പോൾ ആ മോശം ബിഹേവിയറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളുടെ ഒരു ഭാരത്തെ നമ്മൾ ഫ്രീ ആക്കി കളയാ ചെയ്യുന്നത്. ശരിക്കും നമ്മള് ഉള്ളിൽ ഈഗോ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്, നമ്മളുടെ സ്വപ്നങ്ങളെയാണ് ബാധിക്കുന്നത്, നമ്മളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. സോ നമ്മള് അതിനെന്ത് ചെയ്യുന്നു, എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു സ്ട്രെങ്ത് ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ആൻഡ് അത് നല്ലൊരു പെയിൻ റിലീസിങ്ങും ആണ്. നമുക്കുള്ളിലുള്ള ആ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യത്തെ എടുത്തു കളയാൻ പറ്റുന്ന, റിലീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂളും കൂടിയാണ് ഫോർഗിവ്നെസ് എന്നുള്ളത്. ആൻഡ് നമ്മളുടെ ഉള്ളില് പീസ് കൊണ്ടുവരാൻ പറ്റും. ആങ്കറിനെ, ദേഷ്യത്തെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് അതിനെ ഓവർ ചെയ്തിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ ഫോർഗിവ്നെസ് കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫോർഗിവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഗതി ഓർത്തെടുത്തിട്ട് അതിന് ഫോർഗിവ് ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ കുറെ സിറ്റുവേഷൻസ്, കുറെ ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്ന, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഓഫ് കോഴ്സ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. സോ അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യം, ഇന്ന് ചിലപ്പോൾ അത് നമ്മളുടെ സുഹൃത്തുക്കളോടായിരിക്കാം, ചിലപ്പോൾ പാരന്റ്സിനോടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സിനോട്, ബ്രദേഴ്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ പീസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ ആളുകളോട്, അങ്ങനെ ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സിനോടായിരിക്കാം, ആരോടായിക്കൊള്ളട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എഴുതുക. ഓക്കെ, ഏത് പേഴ്സൺ ആണ് നിങ്ങളെ ആങ്കർ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തി ആരാണോ, ജസ്റ്റ് എഴുതുക. ഏത് വ്യക്തിയാണ്, ഇതൊരു ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഏത് വ്യക്തിയാണ് നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടാക്കിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആങ്കർ തോന്നുന്നത്? സിസ്റ്ററിന്റെ അടുത്തിരുന്ന സിസ്റ്ററിന്റെ പേര് എഴുതാനുള്ള പ്ലാനിങ്ങിലാണോ? ഇതാ അന്വേഷില്ല. ഓക്കെ, അപ്പം നിങ്ങളെ എന്താ പറയാ, ആങ്കർ ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഏതാണെന്നുള്ളത് ജസ്റ്റ് എഴുതാം.
എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് മെൻഷൻ ചെയ്യണേ. മാം ഒന്നുകൂടി പറയാം, മനസ്സിലായില്ല. ഇൻസിഡന്റ് ആണോ എഴുതേണ്ടത് അതോ പേഴ്സൺ ആണോ എഴുതേണ്ടത്? പേഴ്സൺ ഏത് പേഴ്സൺ ആണ് നമ്മളെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ആങ്കർ ഫീൽ ചെയ്യും, ആളെ കുറിച്ചിട്ട് ഒരു മടുപ്പ്, ദേഷ്യം, ഈഗോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ദേഷ്യം ആളോട് ഫീൽ ചെയ്യാനുള്ള കാരണം? അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അല്ലെ? എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റുമായി ആ ഒരു വ്യക്തി കണക്റ്റഡ് ആയതുകൊണ്ടാണോ, എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു വ്യക്തിയോട് മോശം തോന്നാനുള്ള ഒരു കാരണം? ഓക്കെ, എഴുതി കഴിഞ്ഞു. വ്യക്തി, ഏത് വ്യക്തിയാണ്, അതിനെന്താണ് റീസൺ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി മൂന്നാമത് നമ്മൾ എഴുതാൻ പോകുന്നത് അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ ആ ഒരു റീസൺ എഴുതി, ആ റീസണ് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മളെ ആസ് എ പേഴ്സൺ എന്നെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന് എഴുതാം. ഏതൊക്കെ രീതിയിൽ അതെന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നീ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഏത് വ്യക്തിയാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത്,
അതിനുള്ള റീസൺ എന്താണ്, അത് എന്നെ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. ഇത് മൂന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞാല് ചാറ്റ് ബോക്സിൽ ഇടണ്ടെന്ന് അറിയിക്കുക. അപ്പം നമ്മളതില് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് എഴുതി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അതൊരിക്കലും എന്നെ നല്ല രീതിയിലല്ല ബാധിച്ചിട്ടുള്ളത്, അല്ലെ? എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല അത് എനിക്ക് എന്റെ ലൈഫിൽ തരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോടുള്ള ഒരു ഇമോഷന്, ഒരു പക, ദേഷ്യം, അത് നമ്മൾ മനസ്സിൽ കൊണ്ട് വെക്കേണ്ടതുണ്ടോ, അതോ എടുത്തു മാറ്റേണ്ടതാണോ നല്ലത്? മനസ്സിൽ വെക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല, ഒന്നും അതുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല നമ്മുടെ മെഡിറ്റേഷനിൽ അതിന്റെ കൂടുതൽ റിഫ്ലെക്ട്സ് നമുക്ക് കാണാം. അതിന്റെ മുന്നേ ഞാൻ പറയട്ടെ, ഫോർഗിവ്നെസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ഇന്നർ പീസ്, നമ്മുടെ ഉള്ളില് നമുക്കൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ ഉള്ളില്, നമ്മളുടെ സെൽഫിന്റെ ഉള്ളില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഫോർഗിവ്നെസ് കൊണ്ട് പറ്റും. ആൻഡ് ബെറ്റർ ഫ്രണ്ട്ഷിപ്പ്, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്ട്രെസ് കുറക്കാൻ പറ്റും. ആൻഡ് ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല മനസ്സും നല്ല ശരീരവും നമുക്ക് ഈ ഫോർഗിവ്നെസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഫോർഗിവ് ചെയ്ത് കൊടുത്തൂടെ? ഐ യു റെഡി? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഫോർഗിവ് ചെയ്യാനുള്ള ഒരു 5 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിലും, ആരോടാണെങ്കിലും ഏത് തരത്തിലുള്ള ഈഗോ, ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റെപ്സ്. ഒന്ന്, അക്സെപ്റ്റ് ദ ഹേർട്ട്. അത് നമ്മളെ എന്താണോ നമ്മൾ ഹേർട്ട് ചെയ്തത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സിറ്റുവേഷൻ നടന്നു, അയാൾ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഇടപെട്ടുണ്ട്, ഓക്കെ, എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, അതെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് വിഷമം വരുന്നുണ്ടോ? ഓക്കെ, കരയുക. നിങ്ങൾക്ക് അവരോട് സംസാരിക്കുന്നത്, ഓക്കെ, സംസാരിക്കുക. ബട്ട് നമ്മൾ നമ്മുടെ സെൽഫിനെ കൺട്രോൾ ചെയ്തിട്ട്, ഓക്കെ, അവിടെ അവര് മോശമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് മോശമായിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി, പക്ഷെ അത് നമ്മളെ ചിലപ്പോൾ നല്ല രീതിയിൽ എഫർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അവിടെ ഒരു മോശം സിറ്റുവേഷന് നമ്മുടെ സംസാരം കൊണ്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ബട്ട് നമുക്ക് അവിടെ സംസാരിക്കണം, എന്നാലേ നമ്മുടെ മൈൻഡ് റിലീഫ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, സംസാരിക്കുക. ആൻഡ് മറ്റുള്ളവരുടെ സൈഡും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ സൈഡ്, ആ ആളുടെ സൈഡ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡിസൈഡ് ടു ഫോർഗിവ്. അവർക്ക് ഫോർഗിവ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് അതിന്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ലെറ്റ് ഗോ ആൻഡ് ഹീൽ എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് അങ്ങനെയാണെങ്കിൽ മെഡിറ്റേഷനിലേക്ക് പോകാം. ഈ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് മൈൻഡിൽ ഓർത്തു വെക്കുക. ആൻഡ് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഐ യു റെഡി? റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. ക്ലോസ് യുവർ ഐസ് ആൻഡ് ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടുക. ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു താളത്തില് നമ്മൾ റിലാക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ശ്വാസം ഉള്ളോട്ടെടുക്കുകയും ഹോൾഡ് ചെയ്ത് വെക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ചിന്തിക്കാവുന്നതാണ്. ഓരോ അവയവവും നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതും അത് നിങ്ങളെ ലൈഫിൽ എത്രത്തോളം നിങ്ങൾ ഉപകാരപ്പെടുത്തുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ അവയവത്തിനും ഹൃദയം കൊണ്ട് ഒരു അടുപ്പം പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് ഓരോ അവയവത്തെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. കുറച്ച് സമയം നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവവും നിങ്ങൾക്ക് ഏതൊക്കെയാണോ ചിന്തിക്കാൻ തോന്നുന്നത്, ഏതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളതും കൂടെ ചിന്തിക്കുക. കൈകൾ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ കാലുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. നിങ്ങളുടെ കണ്ണ്, മൂക്ക്, വായ, പല്ല്, നാവ്, നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള പല അവയവങ്ങളും, പാൻക്രിയാസ്, കിഡ്നി, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ഡൈജഷൻ, അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ പ്രോസസ്സും ഓരോ അവയവവും നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിലാക്സ് സ്റ്റേറ്റിന്റെ പീക്ക് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം, നിങ്ങളെ എന്തോ ഒരു തോട്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ വ്യക്തികള് നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പം അങ്ങനെ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത്, നിങ്ങളുടെ മനസ്സിന്റെ ഏതൊക്കെയോ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ട് അതിന്റെ റിഫ്ലക്സ് പലപ്പോഴായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതും അത് നിങ്ങളെ എത്രത്തോളം മോശമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ചിന്തിക്കുക. അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോടുള്ള ആങ്കർ ആവാം, ദേഷ്യമാവാം, ഈഗോ ആവാം, ഫ്രസ്ട്രേഷൻ ആവാം, അങ്ങനെ എന്ത് ഇമോഷൻ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളെ എത്രത്തോളം മോശമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ആലോചിച്ചെടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് പല പല വ്യക്തികള് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളതും പല സിറ്റുവേഷൻസിൽ നമുക്കുണ്ടായിട്ടുള്ള ഹേർട്ടുകളും ഇതെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. അതില് നിങ്ങളിപ്പോ മുന്നേ എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മോശമായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുള്ള, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മാപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. ആ വ്യക്തി നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ ആള് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ആള് നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ആ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഇൻസിഡന്റ് നമ്മൾ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിപ്പോ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ചിന്ത നമ്മൾ മൈൻഡിലേക്ക് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മൾ കൂടുതൽ കൂടുതൽ സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൂടുതൽ കൂടുതൽ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ചിന്തയെ നമുക്ക് എടുത്തു മാറ്റാം. ആ ഒരു വ്യക്തിക്ക് നമുക്ക് പൂർണ്ണമായിട്ട് മാപ്പ് കൊടുക്കാം. ബിക്കോസ് നമ്മളുടെ പീസ് ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മൈൻഡിന് വേണ്ടിയിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മാപ്പ് കൊടുക്കുകയാണ്. നമ്മൾ ഫോർഗറ്റിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഫോർഗീവാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു വിഷയത്തെ മറക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മളുടെ ഉള്ളിലുണ്ട്. അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ബോധേടാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മാപ്പ് കൊടുക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനോടും ആ വ്യക്തിയോടും ചേർന്ന് നിന്നിട്ട് പറയാം, അന്ന് നിങ്ങൾ ചെയ്ത വിഷയം എനിക്ക് വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരികയാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന്
പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ മൈൻഡില് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാപ്പ് തരികയാണ് എന്നുള്ള ഒരു ഇന്നർ ടോക്ക് നിങ്ങൾക്ക് പറയാം. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് പറയുന്നതായിട്ട് മൈൻഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങൾ അന്ന് ചെയ്തിട്ടുള്ള കാര്യം എന്നെ വല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തന്നിരിക്കുന്നു. അത് ഇന്ന് ഒരു നിലക്കും എന്നെ ബാധിക്കുന്നില്ല. അതിന്റെ ചിന്തകള് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ്, അതിന്റെ കണക്ഷൻസ് ഒന്നും എന്നെ ഇന്ന് ഒരു നിലക്കും ബാധിക്കുന്നില്ല. ഞാൻ സ്ട്രെസ് ഫ്രീ ആണ്, ഞാൻ ഫ്രീ ആണ് എന്ന് അവരോട് നിങ്ങൾ പറയാണ്. സോ അവരോട് നിങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ അല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം, നിങ്ങളെ നല്ലൊരു കണക്ഷൻ ഇല്ലാത്ത വ്യക്തിയായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ അവരോട് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു നല്ലൊരു കണക്ഷന്, നല്ലൊരു ഹേർട്ട് ടു ഹേർട്ട് കണക്ഷന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ആ ഒരു കാര്യത്തെ കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്യുക. മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ് ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ നിങ്ങളുടെ ബാക്കോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ നിന്നിട്ട് ഒരുപാട് അകലത്തേക്ക് ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിനെ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മാപ്പ് കൊടുത്തിരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ ഉള്ളില് കിടക്കുന്ന പല വ്യക്തികളോടുള്ള ആങ്കർ, ദേഷ്യം, വാശി, പക, ഇതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ കടന്നു വരുന്നുണ്ടോ അവരോടെല്ലാം നിങ്ങൾ പറയാ, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തന്നിരിക്കുന്നു. ആ ഒരു സംഗതി എനിക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തരുന്നു. അങ്ങനെ നിങ്ങളിങ്ങനെ മാപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളുടെ മുഖമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ മാപ്പ് കൊടുത്തിട്ട് ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് അവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പീസ് ഫീൽ ചെയ്യുന്നതും, കൂടുതൽ എനർജി ആയി മാറുന്നതും, കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് വരുന്നതോടൊപ്പം നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത് നന്നായിട്ട് ഫീൽ ചെയ്യുക. ആൻഡ് ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ കുറച്ച് സമയം അതിലിങ്ങനെ ലൈറ്റ് ചേർന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഒന്ന് തിരിച്ചു വരാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കാം. ആൻഡ് ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്ത് വിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്ന ആളുകൾ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്പി മുഖത്തൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്ന ആളുകൾ വീഡിയോ മോഡിൽ വരിക. ചാറ്റ് ബോക്സിൽ ഓക്കെ ഐ കെയിം ബാക്ക് എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മളുടെ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംതിങ് എനർജി ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടി ചെയ്യാം. ഇപ്പം നമ്മുടെ ലിങ്ക് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്, ഫോർഗിവ്നെസ് ലെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ആരോടൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വിഷമം കിടക്കുന്നുണ്ടോ, ഒരു ദേഷ്യം കിടക്കുന്നുണ്ടോ, അവർക്കൊക്കെ ഫോർഗിവ്നെസ് ലെറ്റർ എഴുതുക. ഓക്കെ, പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആ ലെറ്റർ അവരെ ഏൽപ്പിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയാ, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക, എന്തെങ്കിലും ചെയ്യാം. സോ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം, നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡന്റ് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫോർഗിവ്നെസ് ലെറ്റർ, അതിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തന്നിരിക്കുന്നു, അതെന്നെ ഒരു നിലക്കും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ,
അതായത് നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണോ ആ ഒരു വിഷയം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ഒരു പേപ്പറിലേക്ക് എഴുതാം. ആൻഡ് അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആ കാര്യങ്ങൾ പോകണം. റെഡിയല്ലേ? ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയല്ലേ? അത് നമ്മൾ നെക്സ്റ്റ് ഇത് വരുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിയണം. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും. റെഡിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ഫീഡ്ബാക്ക് പറയാ. ആൻഡ് എന്ത് ചേഞ്ച് ആണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഒരു 2 മിനിറ്റ്സും കൂടെ നമുക്ക് ബാക്കിയുണ്ട്, പെട്ടെന്ന് പറയാവുന്നതാണ്. ഓക്കെ. മാം, ഈ മെഡിറ്റേഷൻ കൂടി കഴിഞ്ഞപ്പോ എന്താ പറയാ, നല്ലൊരു പോസിറ്റീവായി കണ്ട് ഫീൽ ചെയ്തു. മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇറങ്ങിപ്പോയ പോലൊക്കെ തോന്നി. അൽഹംദുലില്ലാ അന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റി. ഇൻഷാ അല്ലാ അന്നത്തെ ഡേ ഫുള്ള് ഇതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് ഞാന് ഫുള്ള് കേട്ടിട്ടില്ല, ഇനി ബാക്കി ലിങ്ക് വന്നിട്ട് വേണം കേൾക്കാന്. ബാക്കിയുള്ളൊക്കെ അടിപൊളിയായിരുന്നു, മെഡിറ്റേഷനൊക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അറിയിക്കുക. ആൻഡ് നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ഐ മീൻ ദ ലെറ്റർ, ഫോർഗിവ്നെസ് ലെറ്റർ എഴുതുക. ആൻഡ് നമ്മൾ ഇന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിലാണ് ഉള്ളത്. സോ ഇന്നത്തെ മോർണിംഗ് ഏറ്റവും നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആക്കി മാറ്റുക. അതോടൊപ്പം ഈ ഹോൾ ഡേയിൽ ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുക. ആൻഡ് നമ്മൾ സ്മൈൽ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ സ്മൈലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്കും മൈൻഡിനൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് വെരി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു അഗെയിൻ.